പ്രേമം എന്ന ചിത്രത്തിലൂടെ നമുക്ക് സുപരിചിതയായ അനുപമ പരമേശ്വരൻ ഇപ്പോൾ JSK എന്ന ചിത്രത്തിലും അനുപമ അടുത്തിടെ മലയാളത്തിൽ എത്തിയിരുന്നു. ഇപ്പോൾ ഒരു പ്രസ് മീറ്റിൽ പൊട്ടിക്കരഞ്ഞ അനുപമയെക്കുറിച്ചുള്ള വാർത്തകൾ കൊണ്ട് നിറയുകയാണ് സോഷ്യൽ മീഡിയ. എന്തിന് അനുപമ പൊട്ടിക്കരഞ്ഞു എന്നതാണ്. തന്റെ പുതിയ ചിത്രമായ പർദ്ദയുടെ പ്രസ് മീറ്റിനിടെയാണ് അനുപമ പൊട്ടിക്കരഞ്ഞിരിക്കുന്നത്. ഒരു സ്ത്രീ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ചിത്രം റിലീസിന് എത്തിക്കുക ഒട്ടും എളുപ്പമല്ലായിരുന്നു എന്നും തന്റെ പല സിനിമകളെയും സ്വയം വിമർശിക്കാറുണ്ടെന്നും ഈ സിനിമയിൽ വിമർശിക്കാൻ ഒന്നുമില്ലെന്നും നടി പറയുകയുണ്ടായി. ഇത് എന്റെ സിനിമ ആയതുകൊണ്ടല്ല നിങ്ങളോട് കാണാൻ ആവശ്യപ്പെടുന്നത്. എന്റെ പല സിനിമകളും ഞാൻ തന്നെ വിമർശിക്കാറുണ്ട്. പക്ഷേ ഈ സിനിമയിൽ എനിക്ക് വിമർശിക്കാൻ ഒന്നുമില്ല. സിനിമ തിയേറ്ററിൽ എത്തിക്കാൻ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും അനുപമ പറഞ്ഞിരിക്കുകയാണ്. നടി കരയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. സിനിമയുടെ സംവിധായകനും നിർമ്മാതാവും ഉടൻ തന്നെ അനുപമയെ ആശ്വസിപ്പിക്കുന്നതും വീഡിയോയിലുണ്ട്. പർദ്ദ എന്ന സിനിമയ്ക്ക് വേണ്ടി അനുപമ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും നിർമ്മാതാവ് വിജയ് ഡോൺകൊണ്ട പറഞ്ഞു. അനുപമ പരമേശ്വരനെ കൂടാതെ ദർശന രാജേന്ദ്രൻ, സംഗീത കൃഷ് എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി ഭാഷകളായി പ്രവീൺ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പർദ്ദ. ഇപ്പോഴാണ് അനുപമയുടെ ഈ വീഡിയോ മലയാളികൾക്കിടയിൽ ശ്രദ്ധ നേടിയതും. മലയാളത്തിൽ ഒരു പാവം പെൺകുട്ടി എന്ന നിലയിൽ അനുപമ എത്തിയപ്പോൾ അങ്ങ് തെലുങ്കിലും മറ്റ് ഇൻഡസ്ട്രിയിലും പോയി ഗംഭീര ഗ്ലാമർ വേഷങ്ങളും അഭിനയിച്ചിരുന്നു അനുപമ. അതിന് വലിയ രീതിയിൽ വിമർശിക്കുകയും നിരൂപണത്തിന് ഇടയാക്കുകയും ഒക്കെ ചെയ്തിരുന്നു മലയാളികൾക്കിടയിൽ. മലയാള സിനിമയിലാണ് അരങ്ങേറ്റം കുറിച്ചതെങ്കിലും അനുപമ പരമേശ്വരനെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കിയത് തെലുങ്ക് ഇൻഡസ്ട്രിയാണ്. ഇപ്പോഴത്തെ അനുപമ തന്നെ ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ്. തില്ലു സ്ക്വയർ എന്ന ചിത്രത്തിലെ വേഷം തന്റെ യഥാർത്ഥ ജീവിതത്തിൽ നിന്നും വളരെ ദൂരെ ആയിരുന്നുവെന്ന് പറയുകയാണ് നടി. ആ സിനിമയിൽ അഭിനയിച്ചതിന് വിമർശനങ്ങൾ ഒരുപാട് നേരിട്ടിട്ടുണ്ടെന്നും നടി പറയുന്നുണ്ട്. തില്ലു സ്ക്വയർ എന്ന സിനിമയ്ക്ക് പറയാൻ താൻ ഒരുപാട് സമയമെടുത്തു. എനിക്ക് രണ്ട് മനസ്സായിരുന്നു. തീരുമാനമെടുക്കാൻ വളരെ പ്രയാസം തോന്നിയ സിനിമയാണത്. എന്റെ യഥാർത്ഥ സ്വഭാവത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ആ റോൾ. സിനിമയിൽ ധരിച്ച അത്തരം വസ്ത്രങ്ങൾ ഞാൻ റിയൽ ലൈഫിൽ ധരിക്കാറില്ല. ആ വേഷം എനിക്ക് അൺകംഫർട്ടബിൾ ആയിരുന്നു. ആ സിനിമയിൽ അഭിനയിച്ചതിൽ ഒരുപാട് ആരാധകർ വിമർശനം അറിയിച്ചിട്ടുണ്ട്. അവർക്ക് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു റോൾ ചെയ്താൽ ജനം എങ്ങനെ അത് സ്വീകരിക്കും എന്ന കാര്യത്തിലും എനിക്ക് ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. വിമർശനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ആളുകളിൽ ചിലർ ആ വേഷം സ്വീകരിച്ചു. നായകനേക്കാൾ ശക്തമായ വേഷമായിരുന്നു അത് എന്ന കാര്യം കൂടി അനുപമ പറയുകയുണ്ടായി. അങ്ങനെ അമ്മ എന്ന താരസംഘടനയുടെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് നടി ശ്വേത മേനോനാണ്. ആദ്യമായി സ്ത്രീ സാന്നിധ്യം താരസംഘടനയെ അമ്മയുടെ തലപ്പത്തേക്ക് വരുന്നു. ഇതാദ്യമായിട്ടാണ് അമ്മയുടെ തലപ്പത്തേക്ക് ഒരു വനിത എത്തുന്നത്. ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരൻ തെരഞ്ഞെടുക്കപ്പെട്ടു. കുക്കു പരമേശ്വരനും രവീന്ദ്രനുമായിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചത്. ശ്വേത മേനോനും ദേവനുമായിരുന്നു മത്സരിച്ചത്. ദേവൻ പരാജയപ്പെടുകയും ചെയ്തു. കൂടാതെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തല, ലക്ഷ്മിപ്രിയ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ട്രഷററായിട്ട് ഉണ്ണി ശിവപാലാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. അങ്ങനെ അമ്മയുടെ തലപ്പത്തേക്ക് എല്ലാം സ്ത്രീ സാന്നിധ്യം വന്നിരിക്കുകയാണ്. ഒരു പുതിയ തുടക്കം എന്ന് തന്നെ പറയാം. ഇതിന് പ്രതികരണമായി ഇനി മോഹൻലാൽ അടക്കമുള്ളവർ എത്തേണ്ടതുണ്ട്. ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളിലും റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു.